ഡിസംബറിൽ നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. വെൽക്കം ടു എഡ്യൂപോഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ടിപ്സ് പറഞ്ഞതിന് മുന്നേ നിങ്ങൾ 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. 1, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. 2, നിങ്ങൾ സ്കൂൾ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളത്, ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. 3ാമതായിട്ട് ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും മികച്ച മാർക്ക് നേടാൻ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ. ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. അല്ലേ, നമുക്കറിയാം കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ചെറുതായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്കിലുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി പഠിക്കുകയാണെങ്കിൽ, മികച്ചൊരു സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് അതിലെ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടും. അതിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ കോൺസെപ്റ്റും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോപ്പറായിട്ട് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കണം. ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ സാറ് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ ആർക്കറിയാം, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ സ്റ്റഡി ടൈം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ എന്ത് ചെയ്യാം, സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാം. പക്ഷേ അത് റെഫറൽ ആയിരിക്കും. നിങ്ങൾ അതിൽ ചെറിയ എഡിറ്റൊക്കെ വരുത്തിട്ട് നിങ്ങളായ രീതിയിൽ എന്ത് ചെയ്തോ മാറ്റിയിട്ട് സെറ്റ് ആക്കിക്കോ. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കൈയാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് സ്റ്റേറ്റസ് ആക്കി വെക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടാകും. അടുത്തത് 3ാമത് നിങ്ങൾ ചെയ്യേണ്ടത്, വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ പഠിക്കണം. പഠിക്കാതെ ഒരിക്കലും നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. പഠിക്കണം, എഫേർട്ട് ഇടണം. പഠിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടാൻ പോകുന്നില്ല. വീക്കിലി 5 days ഡെയിലി 3 hours വെച്ചിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആവും. പിന്നെ ഈ 3 മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ 3 മണിക്കൂറും ഒരു വിഷയം മാത്രം പഠിക്കരുത്. ഈ 3 മണിക്കൂർ നിങ്ങൾ 1 hourന് 3 സെഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് 1 hour പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അടുത്ത 1 hour പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അടുത്ത 1 hour പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുത്ത് വേണം പഠിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് 3 hour പഠിക്കരുത്. ബ്രേക്ക് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ മൺഡേ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. അതായത് 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു, എന്നിട്ട് എക്സാമിന് തലേന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് തലേ കയറില്ല. നിങ്ങൾ മൺഡേ ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യണം. ട്യൂസ്ഡേ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യണം. വെനസ്ഡേ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യണം. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായി റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഒരു മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ. അടുത്തത്, നിങ്ങൾ എഴുതി പഠിക്കുക. അതായത് നിങ്ങൾക്ക് ഇതിനെക്കൊണ്ട് 2 ഉപകാരങ്ങളുണ്ട്. ഒന്നാമത്, പഠിക്കുന്ന കാര്യങ്ങൾ കുറേ ഓർമ്മ നിൽക്കും. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിലും ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിലും ബിസിനസ് പഠിക്കുകയാണെങ്കിലും അക്കൗണ്ടൻസി പഠിക്കുകയാണെങ്കിൽ, അക്കൗണ്ടൻസി ഒരുപാട് പിന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി പഠിക്കുക. ബിസിനസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. അപ്പോൾ ആ എഴുതി പഠിക്കുന്ന മെച്ചങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, നിങ്ങൾക്കൊരു നോട്ടായിട്ടും ഉപയോഗിക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ കുറേ ഓർമ്മ നിൽക്കുകയും ചെയ്യും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സെറ്റാവും. അത് 2 മെച്ചങ്ങളുണ്ടെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ആലോചിക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠനത്തിൽ മികച്ച മാർക്ക് നേടാനും സാധിക്കും. ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, റിസൾട്ട് വിൽ ടേക്ക് ടൈം. അതായത് നിങ്ങൾ ഇന്ന് പഠിച്ചാൽ നാളെ ഇപ്പോൾ ഒരു എക്സാം ഉണ്ടെങ്കിൽ അതിലൊരു മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഡിസംബർ നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമാണ്. നിങ്ങൾ ഡിസംബർ വരെയുള്ള ക്രിസ്മസ് എക്സാമിന് ഞാൻ ഈ പറയുന്ന രീതിയിൽ വീക്കിലി 5 days ഡെയിലി 3 hours വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഏറ്റവും മികച്ച മാർക്ക് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഏറ്റവും മികച്ച മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, റിസൾട്ട് വിൽ ടേക്ക് ടൈം. ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു 3 മാസം അല്ലേ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ, ഈ ഒരു 3 മാസം നിങ്ങൾ കറക്റ്റ് പ്ലാനോട് കൂടി ഞാൻ പറഞ്ഞ പോലെ വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമും അതിനുശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ സാധിക്കുന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഇവിടെ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ഉണ്ട്,
നിങ്ങൾക്ക് വേണ്ട നോട്ടുകളുണ്ട്, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും എവിടെ കിട്ടും, ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻസ് ഉണ്ട്, മെൻറ്റർ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ അവൈലബിൾ ആണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ മൊബൈൽ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ അതേപോലെ നിങ്ങളുടെ ക്ലാസ്സും, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, അതായത് നിങ്ങളുടെ മൊബൈൽ എൻ്റെ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ക്ലാസ്സും അയക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ അറിയിച്ചു തരും. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി സെറ്റാവും. വീണ്ടും വീണ്ടും ഉറപ്പിക്കുക ഒറ്റ കാര്യം, നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ഈ മൊബൈൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ മൊബൈൽ നമ്പർ അയക്കുകയാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് പറയും. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, എഫേർട്ട് ഇട്ട് പഠിക്കുക, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ സാധിക്കും. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.